റേസ, ലിയോ, എന്താ ഇത്? ചെക്കന്മാരെ മടിയിൽ മാത്രമേ നിനക്ക് ക്ലാസ് ഇരിക്കാൻ സ്ഥലമുള്ളൂ. ഇത്രയും മോശമായൊരു ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പെൺപിള്ളേരാണ് ഈ ചെക്കന്മാരെ മൊത്തം വഷളാക്കുന്നത്. ആ വഷളത്തിലുള്ള ലീഡറാണ് റീസ. ഫുൾ ടൈം ആമ്പിള്ളേരെ കൂടെ നടക്കുന്നത്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. തൊട്ടും തലോടിയും അങ്ങ് അഴിഞ്ഞാടുമല്ലേ. എല്ലാവരും ഇറങ്ങിയ പുറത്തേക്ക്. ടീച്ചർ, എന്താ? you can't talk to me like that. You should apologize. What apologize? Why apologize? Yes, you should apologize. ബാ, പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോവാം. We will decide who has to apologize. What followed was an audit. സിന്ധു ടീച്ചറിന്റെ പ്രിൻസിപ്പലിന്റെ റൂമിലും സ്റ്റാഫ് റൂമിലും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് എവ്രിവേ ഐ സ്റ്റഡ് ലൈക്ക് എ ക്രിമിനൽ. ഒരാള് പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. That's too bad. ആ സ്കൂളിലോട്ട് ഞാൻ ഇനി പോകണോ? പോണം എന്ന് ഞാൻ പറയില്ല. അപ്പൊ പോകണ്ടേ? പോണ്ട. എന്നാ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. പോവാം. അപ്പൊ പറയില്ലോ അല്ലേ ഉപ്പയോടും ഉമ്മയോടും? ഇയാളുടെ ഉപ്പ എന്ത് ചെയ്യണം, ഇയാളുടെ ഉമ്മ എന്ത് ചെയ്യണം, ഇയാൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ പറയാൻ ഞാൻ ആരാ? പ്രത്യേകിച്ചും ഇയാൾ ചെയ്തത് ശരിയാണെന്ന് ഇയാൾ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് who am I? ബെസ്റ്റ്. അപ്പൊ ഡോക്ടറിന് തന്ന ഫീ വേസ്റ്റ് ആയി. Aren't you supposed to convince me to go back to school? My parents are paying you for that, I suppose. Oh. അപ്പൊ ഫീസ് വാങ്ങിച്ച് പെട്ടിയിലിട്ട സ്ഥിതിക്ക് ഞാനൊരു ആർഗ്യുമെന്റ് പറയാം. കുയിൽ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ഈ കുയിൽ നന്നായിട്ട് പാടും. കുയിലിന് ലോകത്ത് പൊതുവെ പല കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്. പക്ഷേ ഈ മോഡേൺ മെഡിസിനെ കുറിച്ച് കുയിലിന് യാതൊരു ധാരണയുമില്ല. ആൻഡ് വൺ ഫൈൻ മോർണിംഗ് കുയിൽ സിക്കായി. മരുന്ന് കഴിച്ചാൽ മാറാവുന്ന രോഗമേ ഉള്ളൂ. പക്ഷെ കുയിലിന്റെ ലോകത്ത് മരുന്ന് വിഷമാണ്. സോ കുയിൽ മരുന്ന് കഴിക്കാൻ തയ്യാറല്ല. റെയ്സ കുയിലിന്റെ ഫ്രണ്ടാണ്. റെയ്സ കുയിലിന് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നു. കുയില് റെയ്സയെ ശത്രുവായിട്ട് കണ്ട് കുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? പറഞ്ഞു മനസ്സിലാക്കും. മനസ്സിലായില്ലെങ്കിലോ വീണ്ടും ട്രൈ ചെയ്യും. വീണ്ടും ട്രൈ ചെയ്യും. അതെന്തിനാ? കുയിലിന്റെ വിധി അത് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ആൻഡ് യു ക്യാൻ ബി ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഇൻ യുവർ ഓൺ വേൾഡ്. വൈ ടേക്ക് ദ എഫേർട്ട്? അങ്ങനെ ചെയ്ത സമാധാനം കിട്ടില്ലല്ലോ. കുയിലിന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. അപ്പൊ എന്റെ അറിവ് വെച്ച് കുയിലിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പൊട്ടയല്ലേ. സോ ബീയിങ് കൈൻഡ് ഇസ് ഇമ്പോർട്ടന്റ് അല്ലേ? ഓഫ് കോഴ്സ്. അപ്പോൾ പിന്നെ കുറച്ച് കരുണ കാണിച്ചുകൂടെ തൻ്റെ ടീച്ചേഴ്സിനോട്? പക്ഷേ they should be kind to me. ഈ കരുണ, കൈൻഡ്നെസ് ഇതൊന്നും ഒരു കോമ്പറ്റീഷൻ അല്ലല്ലോ. അയാൾ ഇങ്ങോട്ട് കാണിച്ചാൽ ഞാൻ തിരിച്ചും കാണിക്കാമെന്ന് എല്ലാവരും വിചാരിച്ചാൽ ലോകത്ത് കരുണ പറ്റിപ്പോവില്ലേ? ആരെങ്കിലും ഒന്ന് തുടക്കമിടണ്ടേ? പക്ഷേ they are educated and experienced than me. അവരുടെ എഡ്യൂക്കേഷൻ, എക്സ്പോഷർ, എക്സ്പീരിയൻസ് അതൊക്കെ വേറൊരു സോഷ്യൽ റിയാലിറ്റിയിൽ സെറ്റല്ലേ. അതൊക്കെ മാറി പഴയതായി. ആൻഡ് ദ വേൾഡ് ഇസ് മൂവിങ് സോ ഫാസ്റ്റ്. എല്ലാവർക്കും അതിനൊക്കെ ഓടിയെത്താൻ പറ്റണമെന്നില്ലല്ലോ. ഉണ്ടോ? അത് ശരി. അപ്പൊ ഞാൻ അനുഭവിച്ച ട്രോമയോ അതല്ലേ റിയാലിറ്റി? എന്നിട്ട് ഞാൻ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ചിരിക്കണോ? തെറ്റ് കണ്ടാൽ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. But be empathetic. Reject the idea, not the person. റെയ്സയ്ക്ക് ചിലപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന ചില തെറ്റുകൾ, ചില ശരികൾ
അതൊക്കെ റീസയുടെ ടീച്ചേഴ്സിന് ചിലപ്പോൾ അത്ര എളുപ്പം മനസ്സിലാക്കണമെന്നില്ല. അത് അവരുടെ ഒരു ഹാൻഡിക്യാപ്പാണ്. സോ ഹെൽപ്പ് ദം. എങ്ങനെ? റീസ ഇപ്പം ചെയ്തില്ലേ അതുപോലെ കോൾ ഔട്ട് വെൻ സംവൺ ഡസ് സംതിങ് റോങ്. ബട്ട് ബി കൈൻഡ്. ദേഷ്യപ്പെടാതെ, പ്രൊവോക്ക് ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എഡ്യൂക്കേറ്റ്, എൻഗേജ്. ഓക്കെ? നിനക്ക് അയാൾ പറഞ്ഞ വല്ലതും മനസ്സിലായോ? ആ എനിക്ക് അയാൾ പറഞ്ഞ എല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? റൈസ സ്കൂളിൽ പോവില്ലയോ? അത് അവള് തീരുമാനിക്കട്ടെ. ഓള് തന്നെയല്ലേ ഇത്ര നാട് തീരുമാനിച്ചേ? അതിനാണ് ഇയാൾക്ക് പൈസ കൊടുക്കുന്നത്. എന്ത് തീരുമാനിച്ചു? വാ പോവാ. പോവാം. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ പന്നിക്കുയിലേ മഞ്ഞു പോലെ തസ്ലു, റൈസ രാത്രി ഉറങ്ങിയില്ലേ? ഭൂമി ലൈറ്റ് ഉണ്ടല്ലോ. ഇന്ന് നേരത്തെ എണീറ്റു. നല്ല ഉഷാറില്ല. ഇതെടുത്ത് വെക്ക. എന്തായി? റൈസ ഇന്നും പോകുന്നില്ലേ? ഞാൻ വിളിക്കാം. ആ ഉമ്മ, ഞാൻ റെഡി. ഉപ്പച്ചി ഞങ്ങളെ സ്കൂളിലോട്ട് ആക്കിട്ടോ. വാടാ. സോലെ, അതോട് കയറില്ലേ? ഹായ്ഡാ. എന്തുവാ? എന്തുവാ റൈസ? ടീച്ചറിന് കൊടുക്കാനാ. ഓ, ഇന്ന് ടീച്ചേഴ്സ് ഡേയാ. ഉപ്പാ, നീ വന്നിടാ. ടീച്ചർ, എന്താ റീസ, പുതിയ അടവായിട്ട് ഇറങ്ങിയതാണോ? ഐ ഫോർഗീവ് യു ടീച്ചർ. ടീച്ചർ ചെയ്ത തെറ്റാണ്, പക്ഷെ എനിക്ക് ദേഷ്യമൊന്നുമില്ല. ടീച്ചറിന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. വലിയ ഓവർ സ്മാർട്ട് ഒന്നും ആവണ്ട. നിന്നേക്കാളും വലിയ പുള്ളികളെ കണ്ടിട്ടുള്ളതാ ഞാൻ. ഇവിടെ നീ പഠിക്കണേ, മിണ്ടാതെ ക്ലാസ് കയറി പോയിക്കോ റീസ. ടീച്ചറെ, ഞാൻ ടീച്ചറിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നല്ല. എനിക്ക് എൻ്റെ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. റീസ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോ. ടീച്ചറെ, എന്താ അരുണിമ? ടീച്ചർ ഇവിടെ നിന്നിരുന്നേ.
ടീച്ചർ ആ കുട്ടിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്ക്. ഇത്ര മോശമായിട്ട് ട്രീറ്റ് ചെയ്യാൻ മാത്രം അവൾ തെറ്റൊന്നും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. റൈസ അവിടെ ഇരുന്നേ. ഇനി പറയാനുള്ളത് പറ. ടീച്ചറെ, ഒരിടത്ത് കുയിൽ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സൂപ്പറായിട്ട് പാടും. പക്ഷേ കുയിലിന്റെ നാട്ടില് ഡോക്ടർമാരോ മരുന്നോ ഒന്നുമില്ല. കുയിലിന് വേറെ പല കാര്യങ്ങളും അറിയാം, പക്ഷേ ഈ മോഡേൺ മെഡിക്കൽ സയൻസ് മാത്രം അറിയില്ല. കുയിലിനൊരു രോഗം വരുന്നു, മരുന്ന് കഴിച്ചാൽ മാറാവുന്ന രോഗമാണ്.